പാലക്കാട്ടെ വിമത കൺവെൻഷനിൽ പങ്കെടുത്ത നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചതിന് പിന്നാലെ പി കെ ശശി സിപിഐഎമ്മിൽ നിന്ന് പുറത്ത്. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗമാണ് പി കെ ശശിയെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത്. പാർട്ടിയുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് പി കെ ശശിയും പറഞ്ഞു. വിവാദ നായകനായിരുന്ന കാലത്ത് ചേർത്ത് നിർത്തിയ സിപിഐഎം ഒടുവിൽ പി കെ ശശിയെ കൈവിട്ടു. വിഭാഗീയ കാലത്ത് ഔദ്യോഗിക പക്ഷത്തിന്റെ നാവായിരുന്ന പി കെ ശശി ഇപ്പോൾ ആ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചാണ് പാർട്ടിക്ക് പുറത്തുപോകുന്നത്. ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? പാലക്കാട്ടെ സിപിഐഎം വിമതരുടെ കൂട്ടായ്മയിലാണ് നേതൃത്വത്തിനെതിരെ പി കെ ശശി ആഞ്ഞടിച്ചത്. തൊട്ടുപിന്നാലെ പി കെ ശശിയെ പുറത്താക്കാൻ സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. തനിക്കെതിരായ ആരോപണങ്ങൾ തെളിയിക്കാൻ പി കെ ശശിയെ വെല്ലുവിളിച്ച് സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബു. പി കെ ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം, എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. എന്നാൽ പി കെ ശശി അതിന് തയ്യാറാവൂ? കൺവെൻഷന് ശേഷം മാധ്യമങ്ങളെ കണ്ട പി കെ ശശി പാർട്ടിയുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് പ്രതികരിച്ചു. CPM അംഗമാണല്ലോ ഞാൻ. ഈ അംഗമല്ല എന്നുള്ളത് അവര് പറയുകയാണെങ്കിൽ പറയട്ടെ, ആരാ പറയണെന്ന് പറയട്ടെ. ഇതിന്റെയൊക്കെ പടച്ചവൻ ഈ പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരുത്തനാണെങ്കിൽ എനിക്ക് ഈ പാർട്ടിയിൽ തുടരണമെന്ന് ആഗ്രഹമില്ല. സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ പി കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. പി കെ ശശി UDF സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.